ഇറാനും രണ്ടാം ഘട്ട ചർച്ചകൾ പൂർത്തിയായിട്ടും ആഗോള വിപണിയിലെ അനിശ്ചിതത്വം തുടരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ ആശങ്കകളും പൂർണ്ണമായി ശമിച്ചിട്ടില്ല. എന്നാൽ ഈ വെല്ലുവിളികളെ മറികടന്ന് മുന്നേറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ഓഹരി വിപണി. ജനീവയിൽ നടന്ന പുതിയ ചർച്ചകളിൽ പ്രധാന തർക്ക വിഷയങ്ങൾ പുരോഗതി ഉണ്ടായെന്ന് ഇറാൻ അറിയിച്ചു. അതേസമയം എല്ലാ സാധ്യതകളും വിലയിരുത്തുന്നു എന്നാണ് US പ്രതിനിധികൾ വ്യക്തമാക്കുന്നത്. ആണവ പരീക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ വിവരങ്ങൾ നൽകാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും അന്തിമ ധാരണയായെന്ന് ഉറപ്പു പറയാൻ കഴിയില്ല. ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക നീക്കങ്ങൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുമെന്ന് സൂചനയും ശക്തമാണ്. ഇത്തരം അന്താരാഷ്ട്ര പശ്ചാത്തലത്തിനിടയിലും ഇന്ത്യൻ വിപണി ഇന്ന് നേട്ടത്തോടെ വ്യാപാരം ആരംഭിക്കാനാണ് സാധ്യത. നിഫ്റ്റി പോസിറ്റീവ് ആയതും US ഏഷ്യൻ വിപണികളിലെ മുന്നേറ്റവും ആത്മവിശ്വാസം നൽകുന്നു. മേഖലയിൽ ആശങ്ക നിലനിൽക്കുന്നുവെങ്കിലും വിപണിയെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. ഇന്നലെ തുടക്കത്തിൽ ഇടിവ് നേരിട്ടെങ്കിലും ഇന്ത്യൻ വിപണി നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്. തുടർച്ചയായ 2ാം ദിവസമാണ് ഉയർച്ച. IT ബാങ്കിംഗ് ഓഹരികളിലെ മുന്നേറ്റം മുഖ്യ സൂചികകൾക്ക് കരുത്തായി. സെൻസസ് 173.81 പോയിന്റ് ഉയർന്ന് 83,450.96 നിഫ്റ്റി 42.65 പോയിന്റ് കയറി 25,725.40 അവസാനിച്ചു. സഹകരണ പ്രഖ്യാപനം IT ഓഹരികൾക്ക് ഉണർവായി. കഴിഞ്ഞ വാരത്തിലെ AI ഭീതിക്ക് പിന്നാലെ IT സൂചിക 1% ഉയർന്നു. US വിപണികളും നേട്ടത്തിലടഞ്ഞു. ടെക്നോളജി, ഫിനാൻഷ്യൽ ഓഹരികളിലെ മുന്നേറ്റം സൂചികകൾക്ക് പിന്തുണയായി. ഡോളർ 0.07%, S&P 0.10%, നാസ്ഡോക്ക് 0.14% വീതം ഉയർന്നു. ആപ്പിൾ, എൻവിഡിയ ഓഹരികൾ നേട്ടത്തിലായിരുന്നു. അതേസമയം ചൈനീസ് കമ്പനിയായ അലിബാബ പുറത്തിറക്കിയ ക്യൂൻ 305 AI മോഡൽ വിപണിയിൽ പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചു. ഈ വാരത്തിൽ പുറത്തുവരുന്ന US പണപ്പെരുപ്പ കണക്കുകൾ നിർണായകമാകും. US ഫെഡ് റിസർവ് പലിശ നിരക്കിൽ മാറ്റമുണ്ടാകുമോ എന്നതിൽ വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ജൂൺ ഫെഡ് യോഗത്തിൽ നിരക്കിൽ മാറ്റം സാധ്യത 65 എന്നാണ് വിപണി വിലയിരുത്തുന്നത്. ഏഷ്യൻ വിപണികളും മുന്നേറ്റത്തിലാണ്. ജപ്പാനിലെ നിക്കൈ ഏകദേശം 1% ഉയർന്നു. ഹോങ്കോങ് സൂചികയും നേട്ടത്തിലാണ്. ചൈനീസ് പുതുവർഷ അവധിയായാൽ ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള വിപണികൾ അടഞ്ഞിരിക്കുകയാണ്. ചൈനയിൽ അടക്കമുള്ള പ്രധാന ഏഷ്യൻ ഓഹരികൾ അവധിയായതും സ്വർണത്തെ ബാധിച്ചിരിക്കും. ജനുവരിയിൽ നടന്ന ഫെഡ് യോഗത്തിലെ ചർച്ചാ വിഷയങ്ങളാണ് ഇപ്പോൾ നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. ഇറാൻ US സമാധാന ചർച്ചകൾ വിലയെ സ്വാധീനീകരിച്ചേക്കും എന്ന് വിദഗ്ധർ പറയുന്നു. സ്വർണ്ണവില തുടർച്ചയായി 3ാം ദിവസവും താഴ്ന്നു. ഡോളർ സൂചിക 0.40% ഉയർന്ന് 97.28 പ്രധാന കാരണമായി. അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിംഗിന് ഏകദേശം 2% കുറഞ്ഞ് $4,896 സ്വർണം നിൽക്കുന്നത്. കേരളത്തിലും ഇന്ന് വില കുറയാൻ സാധ്യതയുണ്ട്. ഇന്നലെ കേരളത്തിൽ 2 തവണയായി സ്വർണ്ണവില മാറി 1,640 രൂപയോളം കുറഞ്ഞിരുന്നു. ഇന്ന് രാജ്യാന്തര വിപണിയിൽ ഔൺസിംഗിന് 2% കുറഞ്ഞ് $4,896 സ്വർണമുള്ളത്. അതേസമയം US ഇറാൻ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയും പതുക്കെ താഴ്ന്നു. മേഖലയിൽ കൂടുതൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ് US. ഓർമോസ് കടലിൽ സൈനിക അഭ്യാസം തുടങ്ങിയ ഇറാൻ പ്രധാന കപ്പൽ പാത കുറച്ചു നേരത്തേക്ക് അടച്ചിടുകയും ചെയ്തു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ധാരണ സാധ്യമാണെങ്കിലും സമയം ആവശ്യമാണെന്നാണ് ഇറാന്റെ നിലപാട്. ആ സമയം US കാത്തിരിക്കുമോ എന്നതാണ് ആഗോള വിപണി ഉറ്റുനോക്കുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.